Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വൈറ്റ് പേപ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്രാഫ്റ്റും ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു A4 ഷീറ്റ് എടുത്തിട്ട് അതിൻ്റെ പകുതിയിൽ മടക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഫാദേഴ്സ് ഡേ സ്പെഷ്യലായിട്ടുള്ള ഒരു കാർഡാണ് കേട്ടോ ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനത് 2 സെൻറ്റിമീറ്റർ അതിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് ആ ഭാഗം ഒന്ന് വരഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ ഈ പോർഷന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ് കേട്ടോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ A4 മടക്കി എടുത്തപ്പോൾ നമുക്ക് 2 പേജായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ പേജിൻ്റെ ആ 2 സെൻറ്റിമീറ്റർ മാത്രമേ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുള്ളൂ. അപ്പോൾ ബാക്ക് സൈഡത്തെ അത് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ നമ്മളൊരു 4 സെൻറ്റിമീറ്റർ 2 സൈഡിലായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഭാഗം ഒന്ന് കട്ട് ചെയ്യാം. ആ കട്ട് ചെയ്തിട്ടുള്ള ആ ഭാഗം ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയെടുക്കുക. അപ്പോൾ നമ്മളൊരു ഷർട്ടിൻ്റെ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഈ കാർഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാ അത് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു വേറെ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നമുക്ക് ടൈ ആണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 16 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക. എന്നിട്ട് അതിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടും. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ടൈയിൽ ഞാൻ സ്കെച്ച് പെൻ വെച്ചിട്ട് കുറച്ച് ലൈൻസ് ഇട്ട് കൊടുക്കാണ് കേട്ടോ. അല്ലെങ്കിൽ എല്ലാം വൈറ്റായി പോകില്ല, അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഞാനിവിടെ ബ്ലൂ കളറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ വേണമെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഷർട്ട് ഒരു കളർ എടുത്താൽ മതി. അതുപോലെ ടൈ വേറൊരു കളറും കൂടെ എടുത്തിട്ട് അത് ഇതുപോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതാ ടൈൽ അങ്ങനെ ഞാനെല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ സ്കെച്ച് പെൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഷർട്ടിൻ്റെ കോളറിലും ഇതുപോലെ ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആ ടൈനെ നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഇത്തിരി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് പെൻസിൽ വെച്ചൊന്ന് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ബോർഡറൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ വേണമെങ്കിൽ. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും. പിന്നെ ഞാൻ കളർ പെൻ വെച്ചിട്ട് മൈ ഹീറോ, മൈ ഗൈഡ്, മൈ ഫ്രണ്ട്, മൈ ഡാഡ് എന്നും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സ് എഴുതി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബർത്ത്ഡേ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ബ്രദറിന്, ഉപ്പാക്ക്, അങ്ങനെ ഇപ്പം നമ്മൾ ഫ്രണ്ട്സുകൾക്കാണെങ്കിലൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ കളർ പേപ്പർ ഉണ്ടെങ്കിൽ കളർ പേപ്പർ വെച്ചിട്ട് ചെയ്തോളൂ. അപ്പോഴും നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ഇപ്പോൾ പല കളറിലുള്ള ചാർട്ട് പേപ്പറൊക്കെ കിട്ടുന്നുണ്ടല്ലോ A4 സൈസിൽ തന്നെ. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വൈറ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കളർ പേപ്പറൊക്കെ ഇല്ലോലാണെങ്കിൽ അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് സെക്കൻഡ് ക്രാഫ്റ്റ് കാണാം. അപ്പോൾ ഇതാ ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഒരു A4 സൈസിൻ്റെ ഒരു ഹാഫ് പാർട്ടാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ 4 സൈഡിലും ബോർഡർ പോലെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ഞാനിവിടെ ഹാർട്ട് ഷേപ്പുകൾ ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടാണ് ഇപ്പോൾ ബോർഡർ ചെയ്തെടുക്കുന്നത് കേട്ടോ, പല കളറിലുള്ള സ്കെച്ച് പെൻ വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഫ്ലവേഴ്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈന് വരച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 4 സൈഡും ഞാൻ ബോർഡർ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇനി ഞാൻ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നും കൂടെ അതിൽ പെൻസിൽ വെച്ചിട്ടൊന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ സ്കെച്ച് പെന്ന് വെച്ചിട്ടൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ജസ്റ്റ് ഹാപ്പി ഫാദേഴ്സ് ഡേ എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ അതിൽ എഴുതി ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതിൻ്റെ മുന്നേ പേപ്പർ വെച്ചിട്ട് ഒരുപാട് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൽ തന്നെ വൈറ്റ് പേപ്പർ വെച്ചിട്ട് തന്നെ ഞാൻ ഒരുപാട് ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലവേഴ്സും ഗ്രീറ്റിംഗ് കാർഡും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ഒരാൾക്കൊന്ന് പോയി കണ്ട് നോക്കൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ അങ്ങനെ എഴുതിയെടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതുപോലെ അതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിന് ഒരു എൻവലപ്പും കൂടെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതാ എൻവലപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്ക്വയർ ആയിട്ടുള്ള ഒരു പീസ് പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഇതുപോലെയൊക്കെ മടക്കിയെടുക്കുക. ഇപ്പോൾ ഇതാ നമ്മുടെ കുഞ്ഞു എൻവലപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് അതിനൊന്നിങ്ങനെ ഡിസൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സ്കെച്ച് പെന്ന് വെച്ചിട്ട് ചെറിയ ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻവലപ്പിൻ്റെ 2 സൈഡിലും ഇതുപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിൽ ഹാപ്പി ഫാദേഴ്സ് ഡേ എന്നും കൂടെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ എൻവലപ്പ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഓപ്പൺ മീന്നും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ഒരു സ്മൈലി എന്തെങ്കിലും വരച്ചിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനതിപ്പോൾ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ആ മടക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ പേപ്പറും കൂടെ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു എൻവലപ്പാണല്ലേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇതുപോലത്തെ ലീഫ് എൻവലപ്പ് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതും നല്ല ഭംഗിയാണ്, ഒരു വെറൈറ്റി ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതിൻ്റെ തന്നെ പല വെറൈറ്റി ആയിട്ടുള്ളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാവുന്ന പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. ട്രൈ ചെയ്താണ്ട് പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്